ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുകയാണോ? ഷീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികളുടെ വാർഡ്രോബ് എങ്ങനെ നമുക്ക് വളരെ അടുക്കും ചിട്ടയോടെ നമുക്ക് നീറ്റായിട്ട് എങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര പണിപ്പെട്ടുള്ള പാടാണ് നമ്മുടെ കിഡ്സിൻ്റെ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുക എന്നുള്ള ഒരു പരിപാടി. അപ്പോൾ അത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുടെയൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഇതാണ് ഇപ്പോൾ അലമാരയുടെ അവസ്ഥ. ഈ ഒരു അലമാരയ്ക്കകത്താണ് രണ്ട് മക്കളുടെ ഡ്രസ്സും വയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഫുള്ള് വലിച്ച് വാരി ഇട്ടേക്കാണ് ഓരോ പ്രാവശ്യം എടുത്തിട്ട്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് ഒന്ന് റീഓർഗനൈസ് ചെയ്ത് വയ്ക്കാമെന്ന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ അലമാരയ്ക്കകത്തുള്ള ഫുള്ള് ഡ്രസ്സ് കംപ്ലീറ്റ് വെളിയിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുള്ളായിട്ട് ഒന്ന് പൊടിയൊക്കെ അടിച്ച് അതിലുണ്ടായിരുന്ന പഴയ ന്യൂസ് പേപ്പേഴ്സൊക്കെ ഒന്ന് മാറ്റി ഫുള്ളൊന്ന് നീറ്റാക്കി ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പൊടിയും കാര്യങ്ങളും ഫുള്ളായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ന്യൂസ് പേപ്പേഴ്സ് ഇട്ട് കവറപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് ഇടാം, കലണ്ടറിൻ്റെ അങ്ങനത്തെ. ഞാൻ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഓർഗനൈസ് ചെയ്യുന്നുള്ളത് സീറോ കോസ്റ്റ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഒരു പൈസ പോലും നമ്മളിതിൽ മുടക്കാതെയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സ് മടക്കി വെക്കുക എന്നുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മടക്കി വെക്കുവാണെങ്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടും സാധിക്കും. മറ്റ് ഡ്രസ്സ് നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ അടുത്തിരിക്കുന്ന ഡ്രസ്സ് വീണ്ടും അലങ്കോലമാവാതെ വീണ്ടും പഴയപടി തന്നെ അതേപോലെ വെക്കാനായിട്ടും സാധിക്കും കേട്ടോ. പാൻസ് ആണെങ്കിൽ ഇതേമാതിരി നമ്മൾ താഴത്തെ ഭാഗം മടക്കിയതിന് ശേഷം ആ ഒരു ഇലാസ്റ്റിക് വരുന്ന ഭാഗത്തോട്ട് ബാക്കി വരുന്ന ഭാഗം ഇതിനോട്ട് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ തന്നെ ഒട്ടും തന്നെ അത് ആ ഒരു മടക്കഴിയാതെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ തരം പാൻസും നമുക്ക് ഇതേമാതിരി മടക്കി വയ്ക്കാവുന്നതാണ്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കേർട്ടും ടോപ്പും വരുന്ന അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ. ഇതേമാതിരി മടക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ബ്ലൗസിൻ്റെ ആ ഒരു പാർട്സും നമ്മൾ ഇതേമാതിരി ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആ ഒരു സ്കേർട്ടിൻ്റെ അകത്തോട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട നമ്മുടെ സ്കേർട്ടും ടോപ്പും എവിടെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് മടക്കി വയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു പഴയ നമ്മളെ ഡ്രസ്സിൻ്റെ ബോക്സാണ് കേട്ടോ. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സാണ്. ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ ഇതേമാതിരി ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിനകത്തായിട്ടാണ് സോക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സോക്സൊക്കെ മടക്കി വയ്ക്കുന്നത് ഈ ഒരു രീതിയിൽ മടക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ജോഡി ആ ഒരു സോക്സിൻ്റെ വേറൊരു പീസ് നമ്മൾ അവിടെ എവിടെയായിട്ടൊക്കെ മാറിപ്പോവാറില്ലേ. അപ്പോൾ രണ്ട് പീസ് ഒരുമിച്ച് ഇതേമാതിരി നമ്മൾ മടക്കി വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്നത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ആ ഒരു ബോക്സ് ഞാൻ ആ ഒരു മുകളിലത്തെ ഷെൽഫിലോട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് കൺഫ്യൂഷനേ വരുന്നില്ല. ഇനി ചെയ്യാൻ പോകുന്നത് തൊട്ട് താഴത്തെ ആ ഒരു റോയാണ്. ഇതിനകത്ത് ഞാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സ് എടുപ്പുണ്ട്. നമ്മൾ ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടത്തില്ലേ. അപ്പോൾ നമ്മൾ സാധനമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ബോക്സസ് എല്ലാ വീട്ടിലും കാണും. അപ്പോൾ ഇതേമാതിരി ഇത്തിരി വലിപ്പത്തിലുള്ളൊരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇതേമാതിരി ഒന്ന് ഫ്രണ്ട് പോർഷൻ ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്പേസ് നമ്മൾ കൊടുക്കുന്നത്, കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടോപ്സും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ ഒരു ബോക്സിനകത്താണ് വയ്ക്കുന്നത് കേട്ടോ.
ഇതേമാതിരി വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും തന്നെ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ഡ്രസ്സൊക്കെ പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ താഴത്തെ പോർഷൻ മുകളിലത്തെ പോർഷൻ ഡ്രസ്സ് വീണ് പോകുന്നൊന്നും ഒട്ടും തന്നെ നമുക്ക് ടെൻഷൻ വേണ്ട. ഇനി ഞാനൊരു കുഞ്ഞു ബോക്സ് എടുത്തിട്ടുണ്ട്. ആ ഒരു കുഞ്ഞു ബോക്സിനകത്ത് ഷോർട്ട്സ്, സ്കേർട്ട്സ് അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്, ഡ്രസ്സസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിനകത്ത് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുമാതിരിയുള്ള ബോക്സസ് എല്ലാം തന്നെ എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ ഇതേമാതിരി കുഞ്ഞു കുഞ്ഞു ബോക്സുകളിലാക്കി ഇതുപോലെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ വേറെ ഡ്രസ്സ് വീഴും അങ്ങനെയുള്ള ടെൻഷൻ വേണ്ട. നമുക്ക് പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ടും സാധിക്കും. അടുത്ത് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ടീഷർട്ട്സ്, ചെറിയ ടോപ്സ് കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു ഒറ്റ ബോക്സിനകത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പാത്രമൊക്കെ കിട്ടത്തില്ലേ, നമ്മുടെ ഗ്ലാസ് ബൗൾസൊക്കെ കിട്ടുന്ന ഈ ഡിന്നർ സെറ്റ്, അതിനൊക്കെ കൂടെ കിട്ടുന്ന ആ ഒരു ബോക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാവരുടെ വീട്ടിൽ കാണും ഇമാതിരി ഒരു ബോക്സ്. അപ്പോൾ ആ ഒരു പാർട്ടീഷൻ പോലെ ഇതിനകത്ത് സ്പ്ലിറ്റഡ് ആയിട്ട് പോകുന്നില്ല, അതെല്ലാം ആ ഒരു കബോർഡിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഞാൻ അതൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഡിസൈനിൽ തന്നെ ഞാൻ വെച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ബോക്സിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒട്ടും തന്നെ നമ്മൾ ആ ഒരു ഡ്രസ്സ് അതിൽ നിന്ന് വീഴുന്നു പോവുകയോ ഒന്നും ചെയ്യില്ല. ഈ ഒരു ഇതേമാതിരി അതിനിടയിൽ ഒരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേമാതിരി തന്നെ ഞാൻ വച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇതേമാതിരി നമ്മൾ മടക്കി അതിനകത്തോട്ട് വയ്ക്കുവാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് സ്പേസും കിട്ടും, പെട്ടെന്ന് എടുക്കുവാനായിട്ടും സാധിക്കും കേട്ടോ. ടീഷർട്ട്സ് എല്ലാം തന്നെ ഇതേമാതിരി നമ്മൾ മടക്കി വയ്ക്കുവാണെങ്കിൽ തന്നെ ഒട്ടും തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അതിൽ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ നീളത്തിലൊരു കബോർഡ് എടുത്തിട്ടുണ്ട്, ഒരു ഫ്രണ്ട് പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് ഞാൻ വച്ചിട്ടുള്ളത് ഫുള്ള് പാൻസ് ഐറ്റംസ് ആണ് കേട്ടോ. പാൻസ്, സ്കേർട്ട്സ് വരുന്ന അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഞാൻ ഈ ഒരു ബോക്സിനകത്ത് വച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാതിരി നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫുൾ പാൻസ് ഞാൻ ഈ ഒരു കബോർഡിനകത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇമാതിരി ഒരു ബോക്സാണ്. നമുക്ക് എല്ലാ ടൈപ്പ് കാർഡ്ബോർഡ് ബോക്സ് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുമാതിരി ബോക്സ് എടുക്കാവുന്നതാണ്. ഈ ഒരു ബോക്സിനകത്ത് ഞാൻ ചോക്ലേറ്റ് നമ്മുടെ ലോട്ടോപ്പി വാങ്ങിക്കുന്ന ആ ഒരു കബോർഡ് ബോക്സാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഞാൻ ക്യാപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വച്ചിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിന് നമ്മൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പഴയ ഒരു ടീഷർട്ട് ഈ ഒരു കബോർഡിനകത്ത് ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നത് മാതിരി ഇതേമാതിരി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നല്ല കംഫർട്ടായിട്ട് അതിനകത്ത് കയറിയിട്ടുണ്ട് ഈ ഒരു ടീഷർട്ട്. അപ്പോൾ ഇമാതിരി നമ്മൾ ആ ഫുള്ളായിട്ട് ആ ഒരു കബോർഡിനകത്ത് ഇതേമാതിരി ആ ഒരു ടീഷർട്ട് വലിച്ച് കയറ്റിയതിന് ശേഷം അതിനകത്തോട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടീഷർട്ട് അവിടെ നിന്ന് അനങ്ങത്തില്ല, ആ ഒരു തുണിയുടെ പോർഷൻ. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. ഞാൻ അതിനകത്ത് ചെറിയൊരു ബ്ലാങ്കറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് മൂത്ത ആളുടെ പാൻസും കാര്യങ്ങൾ, ലെഗിൻസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു കബോർഡിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു താഴത്തെ പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കബോർഡ് ഓർഗനൈസർ എല്ലാം തന്നെ ഫുള്ളായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അതിനകത്ത് അലമാരിക്കകത്തോട്ട് ഇതെല്ലാം നമുക്കൊന്ന് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇമാതിരി നമ്മൾ ഒരു കബോർഡിൻ്റെ ഒരു കാർഡ്ബോർഡ് ബോക്സും ഒന്നും കളയേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതേമാതിരി നമുക്ക് എല്ലാ ഐറ്റംസും ഓർഗനൈസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. നമ്മൾ വലിച്ചെറിയുന്ന ഓരോ കാര്യത്തിലും നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേമാതിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറേ കാർഡ്ബോർഡ് പീസൊക്കെയാണ് കേട്ടോ ഇത്. ആ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ അലമാര ഫുള്ളായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഫുള്ളായിട്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷനിലാണ് നമ്മുടെ സ്കേർട്ട്സ്, ഫ്രോക്സ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ വച്ചിട്ടുള്ളത്. ഹാങ് ചെയ്തിട്ടുള്ളത് കുറച്ച് ടോപ്സും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. കുറേ പഴകിയതും ചെറുതുമായിട്ടുള്ള കുറേ ഡ്രസ്സസൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എല്ലാം തന്നെ നമ്മൾ ആ ഒരു വാർഡ്രോബിനകത്ത് വയ്ക്കാതെ തന്നെ ആവശ്യമില്ലാത്തത് കുറേയൊക്കെ ഒന്ന് മാറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് ഒത്തിരി സ്പേസ് കിട്ടുന്നത് ായിരിക്കും. ഈ ഒരു പട്ടുപാവാടയുടെ സ്കേർട്ട്സും ടോപ്സും എല്ലാം തന്നെ അമ്മാതിരി മടക്കിയിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തോട്ടൊന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുള്ളായിട്ട് നമ്മുടെ കബോർഡ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ 1 രൂപ പോലും ചിലവില്ലാതെയാണ് നമ്മൾ ഈ ഒരു കബോർഡ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കബോർഡിനകത്ത് ഒത്തിരി സ്പേസ് വന്നിട്ടുണ്ട്. ഈ ഒരു അലമാരയുടെ ഡോറിൻ്റെ സൈഡിലായിട്ട് ഇതേമാതിരി ഒരു ഹാങ്ങിങ് ഹുക്ക് കൊടുത്തതിന് ശേഷം അതിലായിട്ട് മക്കളുടെ ബാഗൊക്കെ ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പോർഷനിൽ നമ്മൾ ബെൽറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അലമാരയുടെ പഴയ അവസ്ഥ. നമ്മുടെ അലമാരയുടെ പുതിയ അവസ്ഥ കൂടെ ഒന്ന് കണ്ടാലോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ.